നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മരണക്കെണിയായി മാറി മൂവാറ്റുപുഴ തേനി ഹൈവേയിലെ കോട്ട റോഡ് നവീകരണത്തിന് ശേഷം പൊലിഞ്ഞത് 22 ജീവനുകൾ. നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. ആക്രമണത്തിലും മോഷണ കേസിലും നടപടി വൈകുന്നു. വാഴക്കുളം പോലീസിനെതിരെ പ്രതിഷേധം. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാനത്ത് പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞു. കടുത്ത പ്രതിസന്ധിയിലായി കർഷകരും വ്യാപാരികളും. കിലോയ്ക്ക് 40 രൂപയ്ക്ക് മുകളിൽ നിന്നിരുന്ന വില ഒറ്റയടിക്ക് 22 രൂപയിലേക്കാണ് കൂപ്പുകുത്തിയത്. വാഴക്കുളത്ത് തേക്കിൻ തോട്ടത്തിൽ തീ പടർന്നു. 1.5 ഏക്കർ തേക്കിൻ തോട്ടത്തിലാണ് തീ പടർന്നത്. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. 500-ൽ 499 മാർക്ക്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചരിത്ര വിജയം നേടി ശോഭന സ്കൂൾ വിദ്യാർത്ഥിനി. സംസ്ഥാനത്തെയും രാജ്യത്തെയും ശ്രദ്ധ നേടുകയാണ് ഹേബ ലിജു. വാർത്തകൾ വിശദമായി. മരണക്കെണിയായി മാറി മൂവാറ്റുപുഴ തേനി ഹൈവേയിലെ കോട്ട റോഡ് നവീകരണത്തിന് ശേഷം 22 ജീവനുകളാണ് വാഹനാപകടത്തിൽ ഇവിടെ പൊലിഞ്ഞത്. വാഹനയാത്രക്കാരുടെ ജീവനെടുക്കുന്ന കുരുതിക്കളമായി മാറി മൂവാറ്റുപുഴ തേനി ഹൈവേയിലെ കോട്ട റോഡ്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലാണ് മരണക്കെണി പതിയിരിക്കുന്നത്. കഴിഞ്ഞ 23-നുണ്ടായ വാഹന അപകടത്തിൽ 3 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. കോട്ട റോഡ് നവീകരണത്തിന് ശേഷം ഇതുവരെ 22 പേരാണ് ഇവിടെ വാഹന അപകടത്തിൽ മരണപ്പെട്ടത്. റോഡ് നവീകരണത്തെ തുടർന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗം അനുവദനീയമായ റോഡിലൂടെ നവീകരണത്തിന് ശേഷം 100 കിലോമീറ്ററിലധികം വേഗത്തിലാണ് വാഹനങ്ങൾ പായുന്നത്. ഈ അമിത വേഗം നിയന്ത്രിക്കാൻ ആവശ്യമായ നിരീക്ഷണ ക്യാമറകളോ സ്പീഡ് ബ്രേക്കറുകളോ റബൽ സ്ട്രിപ്പുകളോ പാതയിലെങ്ങും സ്ഥാപിച്ചിട്ടുമില്ല. മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവവും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പരിശോധന കുറഞ്ഞതും സ്ഥിതിഗതികൾ വഷളാക്കുന്നു. കൊടും വളവുകളും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധത്തിൽ കുത്തനെയുള്ള കയറ്റങ്ങളും പാതയിൽ മരണക്കെണി ഒരുക്കുന്നു. റോഡിലൂടെ ഡാർക്ക് സ്പോട്ടുകളെക്കുറിച്ചും വാഹനം ഓടിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന വളവുകളെക്കുറിച്ചും മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹരിക്കാൻ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. ഇനിയും റോഡിൽ ജീവനുകൾ പൊലിയാതിരിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആക്രമണത്തിലും മോഷണ കേസിനും വാഴക്കുളം പോലീസ് നടപടി വൈകുന്നതായി പരാതി. വ്യാഴാഴ്ചയുണ്ടായ ആക്രമണ കേസിലും ശനിയാഴ്ച പുലർച്ചെയുണ്ടായ മോഷണ കേസിലും പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. വാഴക്കുളം നഗരത്തിലുണ്ടായ മോഷണത്തിലും ആക്രമണത്തിനുമെതിരെ പോലീസ് നടപടി വൈകുന്നതായി പരാതി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തിരഞ്ഞെടുപ്പിലെ ചുവരെഴുത്തിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് വാഴക്കുളം പള്ളിക്കുന്ന് പെരിയക്കോട്ട് റിജോയുടെ വീടിന് നേരെ വ്യാഴാഴ്ച രാത്രി 12ഓടെ കല്ലേറുണ്ടായത്. ആക്രമികളായ പ്രതികളെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല. ഇതേ തുടർന്ന് 2 ദിവസത്തിനു ശേഷമാണ് വാഴക്കുളം പോലീസ് സ്റ്റേഷന് സമീപമുള്ള നിയ മൊബൈൽസ് എന്ന സ്ഥാപനത്തിൽ മോഷണം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 2ഓടെ കടയിലെ ഷട്ടർ പൊളിച്ച ഗ്ലാസും തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപയും മൊബൈൽ ഫോണുകളും മോഷണം പോയിട്ടുണ്ട്. CCTV ക്യാമറയും DVR ഉൾപ്പെടെ തെളിവ് നശിപ്പിക്കുന്നതിനായി മോഷ്ടാക്കൾ കൊണ്ടുപോവുകയും ചെയ്തു. 2 കേസുകളിലെയും പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. 2 കേസുകളിലെയും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. പോലീസ് പ്രതികളെ പിടികൂടാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങളിൽ പോലീസിന്റെ കാര്യക്ഷമമായ അന്വേഷണം വേണമെന്നും നഗരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന മോഷണം വ്യാപാരികളിൽ ഭീതിക്ക് കാരണമാകുന്നു. പോലീസ് കൂടുതൽ ഇടപെടൽ നടത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാവിഷുക്കണി ദർശനം നടത്തി. മേൽശാന്തി ബ്രഹ്മശ്രീ വാസുദേവ ശർമ്മ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിഷുവിനോട് അനുബന്ധിച്ച് മഹാവിഷുക്കണി ദർശനം നടത്തി. മേൽശാന്തി ബ്രഹ്മശ്രീ വാസുദേവ ശർമ്മ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന പുഷ്പാഭിഷേകത്തിനും നാണയപ്പറ സമർപ്പണത്തിനും 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തപ്പെട്ടത്. തുടർന്ന് പ്രസാദ വിതരണവും നടത്തി. 500-ൽ 499 മാർക്ക്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചരിത്ര വിജയം നേടി ശോഭന സ്കൂൾ വിദ്യാർത്ഥിനി. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചരിത്ര വിജയം നേടി ശോഭന സ്കൂൾ വിദ്യാർത്ഥിനി ഹേബ ലിജു.
500-ൽ 499 മാർക്ക് നേടി സംസ്ഥാനത്തെയും രാജ്യത്തെയും ശ്രദ്ധ നേടുകയാണ് ഈ മിടുക്കി. 500-ൽ 499 മാർക്ക് നേടി ചരിത്ര വിജയം നേടിയ ഹേബയുടെ വിജയം CBSE ഓൾ ഇന്ത്യ തലത്തിലും സ്കൂളിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലും മികച്ചു നിൽക്കുന്നതാണ്. ശോഭന സ്കൂൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഹേബയുടെ വീട്ടിലെത്തി സന്തോഷം പങ്കിട്ടു. തുടർന്ന് സ്കൂളിലെത്തിയ ഹേബയെ പ്രിൻസിപ്പൽ സിസ്റ്റർ രഞ്ജിലിൻ റാണിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഹേബയുടെ വിജയം സ്കൂളിനും കോതമംഗലത്തിനും അഭിമാന നിമിഷമാണെന്നും മറ്റ് കുട്ടികൾക്ക് പ്രചോദനമാകണമെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ രഞ്ജിലിൻ റാണി പറഞ്ഞു. ഹേബ ലിജു ഞങ്ങളുടെ സ്റ്റുഡന്റ് ശോഭന പബ്ലിക് സ്കൂളിന്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. കോതമംഗലംകാരുടെ തന്നെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു, എങ്കിലും ഇതുപോലെ ഇത്ര മനോഹരമായ റിസൾട്ട് വരുമെന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അതിന് വലിയ സന്തോഷമുണ്ട്. മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിലാണ് ഈ നല്ലൊരു റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ഒരു പ്രചോദനമായിട്ട് ഹേബ ലിജു മാറുകയാണ്. ഇത്രയും മാർക്ക് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അതിയായ സന്തോഷമുണ്ടെന്നും എഞ്ചിനീയർ ആകണമെന്നാണ് ആഗ്രഹമെന്നും ഹേബ പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ ആയിരുന്നില്ല ഇത്. ടീച്ചേഴ്സിന്റെ എഫേർട്സും സപ്പോർട്ടും പ്രേയേഴ്സും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഗൈഡ് ചെയ്തനുസരിച്ച് പോയതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ പാരന്റ്സും ചേച്ചിയൊക്കെ അവരുടെയൊക്കെ സപ്പോർട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം, അതുമാത്രമാണ്. താങ്ക് യു. പിന്നെ ഞാനൊരു എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് ആണ്. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. സംസ്ഥാനത്ത് പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകരും വ്യാപാരികളും കടുത്ത പ്രതിസന്ധിയിലായി. കിലോയ്ക്ക് 40 രൂപയ്ക്ക് മുകളിൽ നിന്നിരുന്ന വില ഒറ്റയടിക്ക് 22 രൂപയിലേക്കാണ് കൂപ്പുകുത്തിയത്. ഉൽപാദന ചെലവ് കണക്കിലെടുക്കുമ്പോൾ കുറഞ്ഞത് 35 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്ന് കർഷകർ പറയുന്നു. സാധാരണഗതിയിൽ പൈനാപ്പിളിന് മികച്ച വില ലഭിക്കേണ്ട സീസണാണിത്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി നിലച്ചതും ഉത്തരേന്ത്യൻ വിപണിയിലെ വിലയിടിവും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കോതമംഗലം അഗ്നിരക്ഷാസേന ഭൂതത്താൻകെട്ടിൽ നടത്തിയ മോക്ക് ഡ്രിൽ കൗതുകവും ആശ്ചര്യവുമായി. ദേശീയ അഗ്നിരക്ഷാ ദിനത്തോടനുബന്ധിച്ചാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ദേശീയ അഗ്നിരക്ഷാ ദിനത്തോട് അനുബന്ധിച്ച് കോതമംഗലം അഗ്നിരക്ഷാ സേന ഭൂതത്താൻകെട്ടിൽ നടത്തിയ മോക്ക് ഡ്രിൽ നാട്ടുകാർക്കും വിനോദ യാത്രക്കാർക്കും കൗതുകവും ആശ്ചര്യവുമായി. ബുധനാഴ്ച 3:00 സേന മോക്ക് ഡ്രിൽ നടത്തിയത്. വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 പേർ വഴക്കിട്ട് ഒരാൾ വെള്ളത്തിൽ വീഴുന്നത് കണ്ട് യാത്രക്കാരും നാട്ടുകാരും ഒന്നാകെ ഭയന്നു. പെട്ടെന്ന് തന്നെ കോതമംഗലം അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി. ബോട്ടിൽ ഉടൻ തന്നെ സേനയുടെ സ്കൂബ ടീം ജലമാർഗം സ്ഥലത്തെത്തി. ഈ ബോട്ട് ഇച്ചിരി ബാക്കോട്ടാണ്. ബോട്ട് കുറച്ച് സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അജ്മൽ ഷായുടെ നേതൃത്വത്തിൽ സിദ്ദിഖ് ഇസ്മായിൽ, VM ഷാജി എന്നിവർ സ്കൂബ ഡ്രസ് ധരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി അപകടത്തിൽപ്പെട്ടയാളെ കരക്കെത്തിച്ചു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അഗ്നിരക്ഷാ സേനയുടെ ആധുനികവൽക്കരിക്കപ്പെട്ട പുതിയ മുഖം പരിചയപ്പെടുത്തുന്നതിനുമാണെന്ന് സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് അജ്മൽ പറഞ്ഞു. ഇന്ന് 82ാമത് ദേശീയ അഗ്നിരക്ഷാ സേവന ദിനമാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ എങ്ങനെയാണ് അഗ്നിരക്ഷാ സേന അവരുടെ ട്രെയിനിങ്ങും ടെക്നിക്സും ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് കൃത്യമായിട്ട് വീണ്ടെടുക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പൊതുജനങ്ങൾക്ക് ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ കൂടെയൊക്കെ മാത്രം കണ്ടു പരിചയമുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഗ്നിരക്ഷാ സേനയുടെ സേവനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനോ എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്നും ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എത്രത്തോളം മോഡേണൈസ് ആയിട്ടുണ്ട് അഗ്നിരക്ഷാ സേനയൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ല. അപ്പോൾ അത്
സേനയുടെ മാറിയ മുഖം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ദിനം നമ്മൾ ഇന്ന് പ്രയോജനപ്പെടുത്തിയത്. അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് കരയിൽ നിന്ന സേനാംഗങ്ങളും വെള്ളത്തിന് അടിയിലേക്ക് മുങ്ങിയ മുങ്ങൽ വിദഗ്ധരും ആശയവിനിമയം നടത്തുന്ന കാഴ്ച നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരേപോലെ പുതുമ സമ്മാനിച്ചു. വാളകത്ത് തേക്കിൻതോട്ടത്തിൽ തീ പടർന്നു. മേക്കടമ്പ് പൊയ്ത്തോട്ടത്തിൽ അഡ്വക്കേറ്റ് ജോർജ് PVയുടെ 1.5 ഏക്കർ തേക്കിൻതോട്ടത്തിലാണ് ഏകദേശം 30 സെന്റിൽ തീ പടർന്നത്. അഗ്നിരക്ഷാസേന എത്തി തീ അണച്ചു. ആറിന്റെ തീരത്ത് വന്നിരുന്ന യുവാക്കൾ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ആവോലി കണ്ണപ്പുഴയിൽ ശ്രീകുമാർ KN 62 നിര്യാതനായി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടത്തി. പരേതൻ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും വിവിധ ടെലികോം കമ്പനികളിൽ തലവനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാര്യ മീര, തൈക്കാട്ടിൽ ഒക്കൽ. മക്കൾ വിഷ്ണു, ആതിര. മരുമക്കൾ നിതിൻ, താര. മൂവാറ്റുപുഴ മേക്കടമ്പ് തേവർക്കാട്ടൽ ഏലിയാസ് PV 92 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 10-ന് കടമറ്റം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. ഭാര്യ ഏലിയാമ്മ, മക്കൾ ഡെല്ലി, സാൻഡി, റെന്നി, ഷോബി. മരുമക്കൾ മാത്യു, പരേതനായ സാജു, ദിവ്യ, പരേതനായ ഡാനി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.